നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിനം തന്നെയാണ്. ഒളിച്ചുകളി അവസാനിച്ചു. CM രവീന്ദ്രൻ അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ആ വിവരം തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിർണായകമായ മണിക്കൂറുകളിലേക്ക് അദ്ദേഹം കടക്കാനിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും. ചോദ്യശരങ്ങളിലൂടെ കടന്നു പോകാനിരിക്കുകയാണ് CM രവീന്ദ്രൻ. ഊഹാപോഹങ്ങൾ പലതും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ എത്തില്ല എന്നൊക്കെ വിവരങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷേ CM രവീന്ദ്രൻ EDക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ലൈഫ് മിഷൻ കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനായിട്ടാണ് EDക്ക് മുന്നിൽ രവീന്ദ്രൻ ഹാജരായിരിക്കുന്നത്. നമുക്കറിയാം, 27-ാം തീയതി അദ്ദേഹത്തിന് ഹാജരാകാൻ ED നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അതിന്റെ തലേ ദിവസം, അതായത് 26-ാം തീയതി EDക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. തന്നെ ഒഴിവാക്കണം, തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള മെയിൽ അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വരെയും അത്തരത്തിലൊരു വിചാരമായിരുന്നു മിക്കവർക്കും. അതായത് അങ്ങനെ ഒരു മെയിൽ അയക്കും, ഈ ചോദ്യം ചെയ്യലിന് ഒഴിവാകാൻ ശ്രമിക്കും എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അത്തരത്തിലൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. CM രവീന്ദ്രൻ രണ്ടാമത്തെ നോട്ടീസ് അയച്ചപ്പോൾ തന്നെ EDക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈവീശി താറ്റയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം EDക്ക് മുന്നിലേക്ക് പോയത്. എന്തായാലും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ചോദ്യശരങ്ങളിലൂടെ കടന്നു പോകാനിരിക്കുന്നു. EDക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അറിയാനുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെ നേരിടും, എന്തൊക്കെ മറുപടി ആയിരിക്കും കൊടുക്കുക എന്നതൊക്കെ നിർണായകം തന്നെയാണ്. ഈ ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നും ഏവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇനി വരും മണിക്കൂറുകൾ നമുക്ക് ആ വിവരങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം EDക്ക് മുന്നിൽ CM രവീന്ദ്രൻ ഹാജരായിരിക്കുന്നു എന്നത് തന്നെയാണ്. പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് കിട്ടിയ 19 കോടി രൂപയുടെ വിദേശ സഹായത്തിൽ 4 കോടി രൂപ കോഴയായും കമ്മീഷനായും തട്ടിയെടുത്തെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. കേസിലെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി ഫെബ്രുവരി 27-ന് ഹാജരാവാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രവീന്ദ്രൻ ഹാജരായില്ല. ഇന്ന് വീണ്ടും അദ്ദേഹം ഹാജരായില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനായിരുന്നു EDക്ക് നിയമോപദേശം കിട്ടിയിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ആവശ്യമൊന്നും ഉണ്ടായില്ല. 1 വർഷം മുൻപ് 4 തവണ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നിർണായകമാണ് ഇന്നത്തെ ദിനം. രവീന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകും. നേരത്തെ അറസ്റ്റിലായ M ശിവശങ്കറിന് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ലെന്നതാണ് CM രവീന്ദ്രനെ കുഴക്കുന്ന മറ്റൊരു കാര്യം. ഇരുവരെയും നേരിട്ടിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്നതും വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സ്വപ്ന സുരേഷും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയുമായ CM രവീന്ദ്രനും തമ്മിലുണ്ടായിരുന്നത് വളരെ അടുത്ത ബന്ധമാണ്. സ്വപ്നയുടെ ഫോണിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ ചാറ്റുകൾ തെളിയിക്കുന്നത് ഇവർ തമ്മിൽ എന്തും ഏതും സംസാരിക്കുമെന്ന വസ്തുതയാണ്. നേരത്തെയും ഇവർ തമ്മിലെ ബന്ധം തെളിയിക്കുന്ന ചാറ്റുകൾ പുറത്തു വന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്കാണ് അടുപ്പമെന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകൾ ഈ ഇടയ്ക്ക് കിട്ടിയത്. അതായത് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുന്ന ചാറ്റാണ് ED കണ്ടെത്തിയത്. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ സമയം സ്വപ്നയെ വ്യക്തിപരമായി അറിയില്ലെന്ന് CM രവീന്ദ്രൻ പറഞ്ഞിരുന്നു. ഈ വാദങ്ങളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു പുറത്തു വന്ന ചാറ്റുകൾ. തീർച്ചയായിട്ടും ആ ചാറ്റുകളുമായി ബന്ധപ്പെട്ടും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വപ്നയുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഫോൺ EDക്ക് കിട്ടിയിരുന്നു. ഇതിലെ വാട്സാപ്പിലാണ് രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള നിർണായക ചാറ്റുകൾ ഉണ്ടായിരുന്നത്. ലൈഫ് മിഷൻ കേസിൽ രവീന്ദ്രന് അക്ഷരാർത്ഥത്തിൽ കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2018 നവംബർ 6-ന് നടത്തിയ ചാറ്റാണ് പുതുതായി പുറത്തു വന്നത്. മദ്യപിക്കാറുണ്ടോ എന്ന രവീന്ദ്രന്റെ ചോദ്യത്തോടെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ റെഡിയാണെന്നും അറിയിക്കുന്നുണ്ട്. മറുപടി അതെ എന്നാണ്. എനിക്കും വേണമെന്ന് ഇംഗ്ലീഷിൽ രവീന്ദ്രൻ പറയുന്നു. തിരിച്ച് താങ്കൾ കുടിക്കാറുണ്ടോ എന്ന് സ്വപ്നയുടെ ചോദ്യം. അതെ എന്ന് രവീന്ദ്രന്റെ മറുപടി. ഐ ഡ്രിങ്ക് എവറിത്തിങ് അഹഹ ബക്കാടി എന്നായിരുന്നു സ്വപ്നയുടെ പ്രതികരണം. ആശ്ചര്യത്തോടെ നല്ലതെന്ന് പറയുന്ന രവീന്ദ്രൻ എല്ലാ സീമകളും ലംഘിച്ച് പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു. ഇത്തരത്തിലുള്ള നിർണായകമായ ചാറ്റുകൾ പുറത്തുവന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും ഇന്ന് നിർണായകമായ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യലിന്റെ അനന്തരഫലം എന്താണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.